ഗായ്സ് കുറച്ച് അടിപൊളി കിട്ടുക്കാച്ച് ഫോട്ടോസ് എടുത്തത് നമ്മൾ പോയത് നമ്മുടെ മാഞ്ചസ്റ്ററിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ട്രാഫോൾ സെൻറ്ററിലേക്കാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് ആയിരുന്നു അത്. പക്ഷേ ഇതിന് കുറച്ച് ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടായിരുന്നു. അത് ഓരോന്നോരോന്ന് കാണുമ്പോൾ പറയും. ഇപ്പം തന്നെ ഫസ്റ്റത്തെ ആഫ്റ്റർ എഫക്റ്റ് പറയാം. നടക്കുന്ന സമയത്ത് ഞാൻ ഇത്രയും മാഞ്ചസ്റ്ററിൽ വന്നിട്ട് ഇത്രയും ഞാൻ നടന്നിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നമ്മൾ ഫുള്ളി ഈ ഒരു ബിൽഡിംഗ് അത് ചുറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. എന്തായാലും പറ്റുന്ന അത്ര നമ്മൾ ചുറ്റി. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് രാവിലെ മുതലുള്ള എൻ്റെ കാലുവേദന. പിറ്റേ ദിവസം രാവിലെ മുതലുള്ള അടിപൊളി ഒരു കാറൊക്കെ കണ്ടു. ഇതൊക്കെ കാണുന്നതിൻ്റെ സന്തോഷമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചു വരാൻ നേരത്തെ തിരിഞ്ഞാണ് നടന്നു വന്നത്. അതിൻ്റെയും പിന്നെ നേരം നടന്നതിൻ്റെയും എല്ലാത്തിൻ്റെ ഒരു ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അഫ്കോഴ്സ് നമ്മുടെ സ്വന്തം ഫൗണ്ടനും കണ്ടു. ഇതിൻ്റെ ഈ സാറിനകത്ത് കയറിപ്പോയാൽ നമുക്ക് കാണാം നമ്മുടെ സ്വന്തം കേക്ക് സ്റ്റുഡിയോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവാൻ്റെ ഫാമിലി ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിരുന്നു കേട്ടോ. അവരോടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവരെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ പ്രൈമേഴ്സ് കയറി ചുമ്മാ പിരികെ ഒന്നും വാങ്ങിച്ചില്ല. ഇത് ഇവാൻ്റെ അമ്മച്ചിയാണ്. ഞങ്ങൾ പോയ എല്ലാവരെയും പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നേരെ നടന്ന് ഈ ഒരു വഴി കൂടെ പോയപ്പോൾ സ്റ്റാർബക്സിൻ്റെ കാര്യം വന്നു. സ്റ്റാർബക്സ് കയറി ഇതാണ്ട് ഇവാന് ഈ ഒരു ലെമണേഡ് വാങ്ങിച്ചു. പക്ഷേ ഇവനിത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കുടിച്ച് തീർത്തു. അതും ഹോട്ട് ചോക്ലേറ്റ് ആണ് ഞങ്ങൾ കുടിച്ചത്. പിന്നെ ഈ ആളെ കണ്ടോ, ഇയാളെ കെട്ടിപ്പിടിക്കാൻ മാത്രം ഉള്ള ധൈര്യം ഇവാനില്ലായിരുന്നു. ഇവാനും പോയി ഹായൊക്കെ കൊടുത്തു, ഷേക്കാനൊക്കെ കൊടുത്തു. ഞാനും ഹായൊക്കെ കൊടുത്തു, ഷേക്കാനൊക്കെ കൊടുത്തു, കൈ ഓടിച്ചു, എല്ലാം ചെയ്തു കേട്ടോ. പക്ഷേ ഞാൻ ചെയ്തത് ഇതിനകത്ത് ആരും വീഡിയോ എടുത്തുള്ള, ഞാൻ ആ ഫോൺ മാറ്റി വെച്ചിട്ടായിരുന്നു പോയത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് സ്വന്തമായിട്ടൊരു പാവക്കുട്ടീനെ ഉണ്ടാക്കാം, ബിയറിനെ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന സാധനം എന്തിനാണ് നമ്മൾ തന്നെ ഉണ്ടാക്കി കഷ്ടപ്പെടുന്നതെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ നടന്ന് പോയി കണ്ട് ഈ ബാൽക്കണി നോക്കിയാൽ കാണാം. താഴെ നല്ല ജനസമുദ്രമുണ്ട്. മേളിൽ അടിപൊളി രസമുണ്ട്. ഇവിടെ നിന്നാണ് ഈ ഒരു അങ്ങ് മൂലക്ക് താഴേരിയിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു താഴെ പോയാൽ ഇനി ഞങ്ങൾക്ക് ഗെയിം ഐസ്ക്രീമൊക്കെ കിട്ടുള്ളൂ. ആ സമയത്തേക്കും ഇവാന് തോളത്ത് കയറി, അവൻ്റെ പപ്പയുടെ തോളത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഇത് VIPs നടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ നടക്കുമായിരുന്നു. ആൻഡ് ഞങ്ങളുടെ ഈ പൊട്ടത്തരത്തിന് വീഡിയോ എടുത്ത് തന്ന ഞങ്ങളുടെ സ്വന്തം അലീന ആൻറ്റി ആയിരുന്നു, ക്യാമറമാനായിരുന്നു. ചോക്ലേറ്റ്, ഓറിയോ ആൻഡ് ഏതോ ഒരു ഫ്ലേവറും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം വാങ്ങിച്ചു ഞാൻ ചോക്ലേറ്റ്, പൊന്നു ഓറിയോ. പിന്നെ ഞങ്ങൾ മേരി ഗോ റൗണ്ടിലാണ് കളിച്ചത്. ആൻഡ് ഐസ്ക്രീം കഴിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എനിക്കും പൊന്നിനും ആഫ്റ്റർ എഫക്റ്റേ ഇല്ലായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവാനും ഇവാൻ്റെ അമ്മച്ചിക്കും, ഇവർ രണ്ടുപേരുമാണ് ഇവാൻ്റെ ഐസ്ക്രീം കഴിച്ചത്. ആൻഡ് അതിൻ്റെ പിറ്റേ ദിവസം അവർക്ക് വയ്യായിരുന്നു, ഛർദിലൊക്കെ ആയിരുന്നു കേട്ടോ. ആൻഡ് അതാണ് നമ്മുടെ സെക്കൻഡ് ആഫ്റ്റർ എഫക്റ്റ്. ഇത്രേ ഉള്ളൂ ഗൈസ് ആഫ്റ്റർ എഫക്റ്റ്. എനിക്കറിയത്തില്ല, പക്ഷേ ഒരു ആഫ്റ്റർ എഫക്റ്റും കൂടെ ഉണ്ട്. അത് ഞാൻ ആ ഒരു സംഭവം കാണിക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണുക. ഞങ്ങളുടെ എല്ലാ വിശേഷങ്ങളും എല്ലാവരും കാണുന്നത്. താണ്ട് പൊന്നുമുണ്ട്. ഞാൻ ഇവനും ഒന്നിച്ചായിട്ട് വരുന്നത്, ഇവൻ കുഞ്ഞില്ല. അപ്പോൾ ഈ ഒരു സാധനത്തിൽ പോകണമെന്ന് ചെറിയൊരാഗ്രഹം ഉണ്ടായിരുന്നതിനും ഞങ്ങളതിൽ പോയില്ല. കാരണം എന്തിനാണ് നമ്മൾ ശ്രദ്ധിച്ച് വീട്ടിൽ കിടക്കുന്നത്. പിന്നെയും ഇവിടുന്ന് നമ്മൾ നല്ല രസമായിരുന്നു. പിന്നെ എല്ലാ ഗെയിംസും കളിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. എനിക്കിത് ആഡ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മുടെ കുറേ ടിക്കറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ 88 ടിക്കറ്റാണ് നമ്മൾ സ്കോർ ചെയ്തു. ആ ടിക്കറ്റ് നമ്മൾ ഗേറ്റാണ് ഗൈസ്. ഇതിനകത്ത് അലീനേൻ്റെ കഷ്ടപ്പെട്ട് ഗേറ്റാണ്. കാരണം കുറേ ഒന്നും കയറുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കയറ്റി. ഞാൻ പുറകിൽ കൊടുക്കുന്നുണ്ട്, ആൻറ്റി ഇന്ന് ആൻറ്റി എന്നൊക്കെ പറഞ്ഞാൽ ആൻറ്റി കൊടുക്കുന്നുണ്ട്. ആൻറ്റി പാതി എടുക്കുന്നുണ്ട്, ആൻറ്റി കയറ്റുന്നുണ്ട്, ഞാനും കയറ്റുന്നുണ്ട്. ഇത് നമ്മൾ ലാസ്റ്റ് ഉണ്ട് റിയൽ ആയിട്ടുള്ള ഈ ഒരു കളിയാണ് കേട്ടോ. ഡ്യൂപ്ലിക്കേറ്റാണ് നമ്മൾ ശരിക്കും കളിച്ചത്. എല്ലാത്തിനും കോയിൻ വേണമായിരുന്നുകൊണ്ട് എല്ലാ കളിയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കുറച്ച് കളി മാത്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ആൻഡ് ഇതിനകത്ത് ഞാനും പൊന്നുമാണ് പോയത്. ഞങ്ങളെ എവിടെ നിന്ന് കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ പറയാം. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എനിക്ക് പൊന്നിനൊക്കെ പുറത്തിനൊക്കെ നമ്മളിത് കഴിഞ്ഞിട്ടാണെങ്കിൽ നടന്ന് എല്ലാം കാണുമല്ലേ, എനിക്കാണ് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം ഗൈസ്. പൊന്നുവാണെന്താണ്ട് കാറ് കളിക്കാൻ കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ പോയത്. പുറം വേദനയ്ക്ക് ചെയ്തു ഗൈസ്, നല്ല ഇടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ സാധനത്തിൽ എന്നെ പൊന്നിനെ കളിപ്പിച്ചില്ലെന്ന് പറഞ്ഞ പൊന്നു എന്നെ കാറിൽ കളിപ്പിച്ചില്ല. എങ്ങനെ അത് കളിപ്പിക്കും? കണ്ണില്ല സാധനം വെച്ച് കൊടുക്കണ്ടേ.
കൊച്ചു പിള്ളേരുടെ സ്ഥലത്തിനകത്ത് കയറി ഇരുന്ന് ശ്രദ്ധ നേടിയ പൊന്നിനും നിങ്ങൾ കണ്ടു, പക്ഷെ കളിച്ചില്ല കേട്ടോ. ഇവൻ മാത്രമേ കളിച്ചുള്ളൂ, പൊന്നു കളിച്ചില്ല. പൊന്നു ചുമ്മാ ഇരിക്കുന്നു. ഇത് നമ്മൾ റിയലായിട്ട് കണ്ടു കേട്ടോ, പക്ഷെ നമ്മളിത് കളിച്ചില്ല. കാരണം ചുമ്മാ നമുക്ക് കിട്ടില്ല, പൈസ കിട്ടില്ല, എന്തായാലും നമുക്കത് കിട്ടില്ല. പിന്നെ നമ്മൾ ഫസ്റ്റ് ഈ ഒരു സമ്മർ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ടിക്കറ്റ് സ്കോർ ചെയ്തത് കാണിക്കുകയാണ്. നമ്മളൊരു കോയിൻ ഗെയിം നമ്മളിനി പോകുമ്പോൾ ഞാൻ കാണിച്ച് തരത്തായിരിക്കും കേട്ടോ. എല്ലാത്തിനും നല്ലവണ്ണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത് അടിപൊളി ഒരു കാർ കണ്ടു. ആൻഡ് ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കോ, എൻ്റെ അപ്പ, ഇത് ഡാർലിനങ്ങൾ, അലീന ആൻറ്റി, ഞാൻ, അമ്മ, മമ്മി, പൊന്നു, ഇവാൻ, ഇത്ര പേരായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ KFC ആണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു കിടന്നപ്പം ജനസമുദ്രമെല്ലാം സ്വന്തം വീട്ടിൽ പോയി കിടന്നു തുടങ്ങി. നമ്മൾ മാത്രം തേരാഭാരം നടന്ന് വീട്ടിലോട്ട് പോവുകയായിരുന്നു, വെളിയിലോട്ട് എത്തുമായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷൻസ് ആയിരുന്നു. ഞാനും പൊന്നും ഇവാനും എടുത്ത കുറച്ച് ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യോയോ ടീമിൻ്റെ ഫോട്ടോയും കൂടെ ഞാൻ എടുത്തു. ഇവരപ്പം നിന്നാലും യോയോ വന്നാക്കി വെളിയിലിട്ടുള്ള ഒരു കുറച്ച് പോസൊക്കെയാണ്. ഈ ഒരു ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് കോയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോണിനകത്ത്. പിന്നെ ഇറങ്ങാനത്തെ കൈയും ഇട്ടു കാരണം ആരും ഇല്ല ഗൈസ് അവിടെ, കണ്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഗമ്മീസൊക്കെ വാങ്ങിച്ചു. ഞാൻ കഴിച്ചതൊക്കെ വെച്ചിട്ട് എനിക്ക് വലിയതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല ഗമ്മീസൊക്കെ. പക്ഷേ ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഗമ്മീസ്. ഇവന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവന് ഞങ്ങളെ കവർ മൊത്തത്തിൽ കൊടുത്തിട്ട്, കാരണം അവരാണ് അതെല്ലാം ഇഷ്ടപ്പെട്ടത്, ഇതെല്ലാം ഇഷ്ടമാണ്. പിന്നെ കുറച്ച് മമ്മീസിൻ്റെ ഫോട്ടോസും എടുത്തിട്ടുണ്ട്. ഈ വലിയ സാധനത്തിനകത്തും കയറിയിരുന്നു. സ്വന്തം വീട്ടിലോട്ട് പോയി ആഫ്റ്റർ എഫക്ട്സ് കാരണം നല്ല ഉറക്കം ഉണ്ടായിരുന്നു. അപ്പം ശരിയെന്ന്, ബൈ ഗായ്.